പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് തീർത്തും ദിശാബോധമില്ലാത്ത ഒരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് കാണാൻ മനോഹരവും വായിക്കാൻ വളരെ സന്തോഷപ്രദവുമായ ഒരു ബഡ്ജറ്റാണ്. പക്ഷെ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികളിൽ എത്ര എണ്ണം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ കണ്ടു. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചവർ ഇത്തവണ പ്രതിപക്ഷത്താണ്. അവർ പറഞ്ഞ വാക്കുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ആള് മാറി എന്നല്ലാതെ ഈ രണ്ടു മുന്നണികളുടെയും നയപരമായ കാര്യങ്ങളിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കസേരയിൽ ആള് മാറി, ഇത്രമാത്രം. കഴിഞ്ഞ അരനൂറ്റാണ്ട് ഈ രണ്ട് മുന്നണികളുമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ രണ്ട് മുന്നണികളുടെയും ധൂർത്തും കെടുകാര്യസ്ഥതയും മൂലം ഈ സംസ്ഥാനം ദിശാബോധം ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറി. ഒന്നിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണയില്ല. ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ സംസ്ഥാനം. മുഖ്യമന്ത്രി അവതരിപ്പിച്ച ധവളപത്രത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുകടം എത്ര, കിഫ്ബി വരുത്തിയിട്ടുള്ള കടത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കാര്യവും വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടിയിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കിഫ്ബിയെ കുറിച്ച് ഒരുപാട് വാചാലമായി സംസാരിച്ചു. അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിൽ കിഫ്ബിയെ സംബന്ധിച്ച ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനാ സ്ഥാപനത്തിന് വെളിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനം കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എത്രമാത്രം നിയമപരമായ പരിരക്ഷയുണ്ടാകുമെന്നാണ് കഴിഞ്ഞ സെക്ഷനിൽ അദ്ദേഹം ചോദിച്ചത്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ കിഫ്ബിയെ സംബന്ധിച്ച് വളരെ ഒരു വ്യക്തമായ ഒരു മറുപടിയും, കിഫ്ബിയെ സംബന്ധിച്ച് എന്ത് നിലപാട് ഈ ഗവൺമെന്റ് എടുക്കും, കിഫ്ബിയുടെ കടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി കൊടുത്തു തീർക്കേണ്ട കണക്കും അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി നിലനിൽക്കാത്ത ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറഞ്ഞ അന്ന് പ്രതിപക്ഷ നേതാവായി പറയുകയും പിന്നീട് ഈ നിയമസഭയുടെ ആദ്യ സെക്ഷനിലും കിഫ്ബിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വാചാലമായി പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി കിഫ്ബിയെ സംബന്ധിച്ച് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അദ്ദേഹം തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞ കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് അദ്ദേഹം നടത്തുന്നതെന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്. റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഓരോ വർഷവും കുതിച്ചുയരുന്നുവെന്നാണ് ആ ധവളപത്രത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ടു മുന്നണിയുമാണ് ഈ സംസ്ഥാനം നാളിതുവരെ ഭരിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുതിച്ചുയരാൻ ഈ രണ്ട് മുന്നണികൾക്കും കൂട്ടുത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുഖ്യമന്ത്രി കസേരയിൽ ആള് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് മുന്നണിയും ഒരേ നയമാണ് തുടരുന്നത്. ഈ നയമാണ് ഈ സാമ്പത്തിക മാനേജ്മെന്റാണ് ഈ സംസ്ഥാനത്തെ ഇത്രയും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് എന്ത് പരിഹാരമാർഗമാണ്, ഈ ധനക്കമ്മി പരിഹരിക്കാൻ എന്ത് പരിഹാരമാർഗമാണ് അദ്ദേഹം ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ട്രൈബൽ യൂണിവേഴ്സിറ്റി മുതൽ സ്പേസ് എക്കണോമി വരെയുള്ള വിവിധ പദ്ധതികൾ ധനമന്ത്രി വിഭാവനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. അദ്ദേഹം ഇന്നും പറഞ്ഞു, ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം വയോജന വകുപ്പ് രൂപീകരിക്കുന്നത്. അവിടെ അതിന് മാറ്റിവെച്ച തുക എത്രയാണ്? 10 കോടി രൂപ. വയോജന വകുപ്പിന് കേവലം 10 കോടി രൂപ. അതേസമയം ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനും മാറ്റിവെച്ചത് 10 കോടി രൂപ. അപ്പോൾ വയോജനങ്ങളെയും
ഈ ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം അവകാശപ്പെടുന്ന ഭാരതത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ വകുപ്പ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ആ വകുപ്പിന് അദ്ദേഹം അനുവദിച്ചിട്ടുള്ള തുക കേവലം 10 കോടി രൂപ മാത്രമാണ്. അത് എത്ര ലാഘവത്തോടെയാണ് തന്റെ സ്വപ്ന പദ്ധതിയായ വയോജന വകുപ്പിന് അദ്ദേഹം കണ്ടതെന്ന് ഇന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരുപാട് സ്വപ്ന പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ, നാളിതുവരെ ഈ ഭരിച്ചവർ നടപ്പിലാക്കിയിരുന്നെങ്കിൽ കേരളം ഒരു സ്വർഗരാജ്യമായേനെ. ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു തുകയും ഈ പറയുന്ന ബഡ്ജറ്റിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടില്ല. 2011 സെൻസസ് അനുസരിച്ച് വയോജന സംഖ്യ കേരളത്തിലെ 10.5%. 2021 16%, ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട് 20%. ഇന്ന് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇത് പറയുന്നുണ്ട്. വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്, അവരുടെ ക്ഷേമം അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ടു ഹെൽത്ത് ഇൻഷുറൻസ്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന പദ്ധതി 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. വകയിരുത്തിയത് 10 കോടി രൂപ. കേരളത്തിലെ 90 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഈ വകയിരുത്തിയ തുകയുടെ ആനുപാതികം ഒന്ന് പരിശോധിച്ചാൽ 11 രൂപയാണ് ഒരു കുടുംബത്തിന്. 11 രൂപയാണ് ഒരു കുടുംബത്തിന്. അതേ രണ്ട് പദ്ധതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. വയോജനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര മാറ്റിവെച്ചു എന്ന് കണ്ടു. 11 രൂപ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്ക് കൊടുക്കും. ഇത് നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. ഒപ്പം നികുതി കുടിശ്ശിക ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാനം പിരിച്ചെടുക്കേണ്ട നികുതി തുക എന്ന് പറയുന്നത് 25 കോടി രൂപയാണ്. ആരിൽ നിന്ന് 25,000 കോടി, 25,000 കോടി രൂപ. 25 കോടിയിൽ 25,000 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ ഈ 25,000 കോടി രൂപ ആരിൽ നിന്നാണ് നികുതി ഈടാക്കുക? ഏതെങ്കിലും പാവപ്പെട്ട സാധാരണക്കാർ കൊടുക്കേണ്ട നികുതി പണമാണോ, അതോ ഈ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട നികുതി കുടിശ്ശികയാണോ പിരിച്ചെടുക്കേണ്ടത്? വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ പോലും 25,000 കോടി രൂപയുടെ കുടിശ്ശിക മുൻ ഗവൺമെന്റ് കാലത്തുണ്ടായി. ഇപ്പോഴത്തെ ബഡ്ജറ്റിലും അത് പിരിച്ചെടുക്കാൻ എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയും ഇല്ല. കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റി പറയുന്നതിനപ്പുറം എന്ത് പദ്ധതിയാ? അപ്പൊ അദ്ദേഹം ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗത്തില് മിഷൻ സമുദ്രയെ കുറിച്ചാണ് പറയുന്നത്. മിഷൻ സമുദ്ര അദ്ദേഹം പറയുമ്പോൾ വിഴിഞ്ഞം തുറമുഖം അടക്കം ഇവിടെ മോദിജിയുടെ സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഉയർത്തിയ വലിയ സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ രണ്ടു മുന്നണികളും ആ പദ്ധതി, ആ സാഗർമാല പദ്ധതിയാണ് ഇപ്പോൾ അദ്ദേഹം മിഷൻ സമുദ്ര എന്ന പേരില് നടപ്പിലാക്കുന്നത്. ഓരോ പദ്ധതികളെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്റ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഈ ഗവൺമെന്റ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനപക്ഷ ബഡ്ജറ്റ് അല്ല. ഒരു സാമ്പത്തിക രംഗത്തും ഒരു മാറ്റവും വരുത്താൻ അനിവാര്യമായ ഒരു പദ്ധതിയും ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ ബഹുമാനായ ശ്രീ മുരളിയേട്ടൻ നിങ്ങളോട് പറയും. ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായിട്ട് പറഞ്ഞത് ഒരു പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബജറ്റാണിതെന്നാണ്. പക്ഷേ ഈ പ്രസംഗം മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ, പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുതുയുഗ കേരളം ബജറ്റ് അവതരിപ്പിച്ച പേപ്പറിൽ അവസാനിക്കും. ബജറ്റ് അവതരിപ്പിച്ച കടലാസിൽ പുതുയുഗ കേരളം അവശേഷിക്കും. അതിനപ്പുറത്തേക്ക് ഒരു പുതുയുഗ കേരളവും സൃഷ്ടിക്കാൻ
ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഉതകില്ല. കാരണം ധവളപത്രത്തിൽ മുഖ്യമന്ത്രി ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് 5.07 ലക്ഷം കോടിയുടെ കടബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ട്രഷറി പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ വർഷം 2025-ൽ 262 ദിവസം ബേസ് ആൻഡ് മീൻസ് അഡ്വാൻസിലും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഈ കേരളം കടന്നുപോയത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 87,012 കോടിയുടെ ബാധ്യതയുണ്ട് എന്ന് ബജറ്റ് പ്രസംഗം പറയുന്നു. അപ്പൊ ഈ പറയുന്ന പദ്ധതികൾക്കുള്ള കോടികൾ എവിടെ നിന്ന് കിട്ടും? എങ്ങനെയാണ് വിഭവ സമാഹരണത്തിനുള്ള മാർഗം? അതിനെക്കുറിച്ച് ബജറ്റ് ഒന്നും പറയുന്നില്ല. എങ്ങനെയാണ് ഈ കടബാധ്യത വർഷാവർഷം കുറച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ കുറച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും പദ്ധതി ഈ സർക്കാരിനുണ്ടോ എന്ന് സർക്കാർ ഈ ബജറ്റിൽ എവിടെയും പറയുന്നില്ല. പ്രഖ്യാപനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. ഞാൻ കുറെ പ്രഖ്യാപനങ്ങൾ ശ്രീ ഗോപകുമാർജി ഇവിടെ പറഞ്ഞു. തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ് വരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള MLA-മാരാണ്. പക്ഷേ ഈ ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെയാക്കിയിട്ട് പോരെ അടുത്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിക്കാൻ? ആദ്യത്തെ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുന്നു, താഴെ ഒരു രോഗി കിടക്കുന്നു. അവിടെ ബെഡില് കിടപ്പ് രോഗികളായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലുള്ള രോഗികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മറ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ 2-3 വാർഡുകളിൽ ഞാൻ നേരിട്ട് പോയി. ഒരു മറച്ചു വെക്കാൻ ഒരു സാധനമില്ല. ബെഡ്ഷീറ്റ് എടുത്തിട്ട് കെട്ടിയിട്ടാണ് ആളുകൾ രാവിലത്തെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്താതെ 2ാമത്തെ ബജറ്റ് 2ാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങും എന്ന് പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പനി പിടിച്ച മനുഷ്യർ മുഴുവൻ നിലത്ത് കിടക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സൗകര്യങ്ങളില്ല. അതിനു വേണ്ടിയിട്ട് രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ടി വരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. കത്തിപ്പോയ ICU വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ICU കത്തിപ്പോയി. 5-6 രോഗികൾ ആ കാലത്ത് മരിച്ചു. ഒരുപക്ഷെ ICU തീപിടുത്തം കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും എന്റെ ഓർമ്മയിലില്ല. ICU അകത്ത് തീപിടിക്കുന്ന സ്ഥിതി. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലവിലുള്ള മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ആ സ്ഥിതിയിൽ മാറ്റം വരുത്താതെ 2ാമത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിൽ എന്ത് ഈ പ്രഖ്യാപനത്തിൽ അർത്ഥമുണ്ട്? ശബരിമല തിരുപ്പതി മോഡൽ വികസനം പ്രഖ്യാപിച്ചു. ശബരിമല വികസനത്തിന്റെ അടിസ്ഥാനം മാസ്റ്റർ പ്ലാനാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാനിൽ എല്ലാ തവണയും ബജറ്റിൽ തുക വകയിരുത്താറുണ്ട്. പക്ഷേ അവസാനം ഒറ്റ പൈസ കൊടുക്കാറില്ല. കഴിഞ്ഞ തവണ ബാലഗോപാൽ വകയിരുത്തിയത് 27.6 കോടിയാണ്. കൊടുത്തത് 2 കോടിയാണ്. അപ്പൊ ഈ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഈ മാസ്റ്റർ പ്ലാനിനോടുള്ള സർക്കാരിന്റെ സമീപനം എന്താ? പഴയ മാസ്റ്റർ പ്ലാൻ അതേപടി നടപ്പിലാക്കുമോ? അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് എന്ത് മാറ്റമാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. 895 കോടി രൂപ ജലവിതരണത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റ് മാറ്റിവെക്കുന്നു. ജൽജീവൻ മിഷൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. 50% താഴെയാണ് ഇംപ്ലിമെന്റേഷൻ. അമൃത് 2ാം പദ്ധതി, അമൃത് 1ലെ 500 സിറ്റികളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം. അമൃത് 2ലും തിരുവനന്തപുരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന കഴക്കൂട്ടത്ത് അവിടുത്തെ ആവശ്യകതയുടെ 35 മുതൽ 40% മാത്രമേ ശുദ്ധജലം ലഭ്യമാകുന്നുള്ളൂ. ആ ഷോർട്ടേജ് വരുന്ന 60-65% അത് കണ്ടെത്താനുള്ള ഒരു പ്ലാനും ഇല്ല. ഗവൺമെന്റ് അമൃത് 2ൽ പറയുന്ന റീയൂസ്, സീവേജ് വെള്ളത്തെ ഉപയോഗിക്കാനുള്ള പദ്ധതി, വീണ്ടും ഉപയോഗിച്ച വെള്ളത്തെ റീജനറേറ്റിംഗ് വാട്ടർ ബോഡീസ്, ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയും ഈ ബജറ്റിന്റെ വിശദാംശങ്ങളിൽ അടക്കം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നയമില്ലാതെ 895 കോടി രൂപ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാത്രമല്ല, നമ്മൾ ഇന്നലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലോ, നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു.
സേഫ് ഡ്രിങ്കിംഗ് വാട്ടറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്കേർസിറ്റി അനുഭവിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ശുദ്ധജല ദുർലഭത ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. കേരളം ഹൈജീന്റെ കാര്യത്തിൽ, ഹെൽത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണെന്നാണ് നമ്മൾ ഇത്രയും കാലം അഭിമാനിച്ചിരുന്നത്. ആ സംസ്ഥാനത്ത് കുടിക്കാനുള്ള വെള്ളം പോലും സുരക്ഷിതമായിട്ടുള്ള കുടിക്കാനുള്ള വെള്ളം, ആ കുടിക്കാനുള്ള വെള്ളം ലഭ്യമാക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഷിഗല്ല പോലെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത്. മലേറിയ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. പകർച്ചവ്യാധികൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. ഇതിന് പരിഹാരം കണ്ടെത്താതെ, ഇതിനുള്ള മാർഗങ്ങളില്ലാതെ 895 കോടി രൂപ പ്രഖ്യാപിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ വേൾഡ് കപ്പിന്റെ അവസരത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു ബാലഗോപാൽ കഴിഞ്ഞാലും പ്രഖ്യാപിച്ച കണ്ണൂരിലെ സ്റ്റേഡിയത്തിൽ ഇപ്പൊ കളി നടക്കുന്നുണ്ടെന്നാണ്. വേൾഡ് കപ്പ് ബാലഗോപാലും കഴിഞ്ഞാലും പ്രഖ്യാപിച്ചതാ വേൾഡ് കപ്പിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം. അപ്പൊ ഈ പ്രഖ്യാപനങ്ങള് ഓരോ ധനകാര്യമന്ത്രിമാർ ഓരോ ബജറ്റ് വരുമ്പോ ഇതുപോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് കഴിഞ്ഞിട്ട് ആ പ്രഖ്യാപനവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത കാര്യങ്ങൾ നടക്കുക. ഇന്നിപ്പോ കേരളത്തെ അന്താരാഷ്ട്ര നോളജ് സിറ്റി, നോളജ് വാലി, പുതിയ പേരുകളാണ്. നോളജ് വാലി, ഗ്ലോബൽ ഹബ്. നമ്മുടെ ബിന്ദു ടീച്ചർ കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ബിന്ദു ടീച്ചറുടെ മികവിന്റെ കേന്ദ്രങ്ങൾ കാരണം കേരളത്തിലെ കുട്ടികൾ മുഴുവൻ നാടുവിടുകയാണ് പഠിക്കാൻ വേണ്ടി പുറത്തേക്ക്. ഇതാണ് ഈ ബജറ്റ് പ്രഖ്യാപനവും അത് കഴിഞ്ഞിട്ടുള്ള പ്രാവർത്തികമാകുന്ന കാര്യവും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത സ്ഥിതി. ആ സ്ഥിതിയാണ് വരുന്നത്. ബി റാംജിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് തൊഴിൽ ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, 150 ദിവസമാക്കി. കൂലി വർദ്ധിപ്പിച്ചു. അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പകരം എന്താ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ 150 ദിവസമാക്കിയതാണോ തെറ്റ്? കൂലി വർദ്ധിപ്പിച്ചതാണോ തെറ്റ്? എന്താ തെറ്റ്? ഡയറക്ട് ട്രാൻസ്ഫർ ആണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിൽ കോൺഗ്രസിന്റെ തന്നെ മന്ത്രിമാര്, പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാണ്, ഞാൻ അയക്കുന്ന പൈസയിൽ 11 പൈസയെ കേരളത്തിൽ നാട്ടിലേക്ക് എത്തുന്നുള്ളൂ അർഹതയുള്ള ആളുകൾക്ക്. ഇത് മുഴുവൻ പണവും നേരിട്ടെത്തുകയാണ്. അപ്പൊ ഈ തരത്തിൽ ബാക്കി കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. ഏതാണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇന്നലെ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. മുഖ്യമന്ത്രി പറഞ്ഞത്, മുൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായിട്ട് പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ തുടരേണ്ടി വരുമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനുവദിക്കില്ല, സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പിൽ അനുവദിക്കില്ല. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പൊന്നും കേന്ദ്ര സർക്കാരല്ല നടത്തുന്നത്. മുഖ്യമന്ത്രി അത്രയെങ്കിലും മനസ്സിലാക്കണമായിരുന്നു. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ ചുമതലയാണ്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം ആരെ കബളിപ്പിക്കാൻ വേണ്ടിയ? മാത്രമല്ല, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന്റെ അർത്ഥം ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം ഇന്നലെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് കേട്ടു, ഞങ്ങള് SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചതാണ്, അതിനപ്പുറം ഞങ്ങളൊന്നും നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുപോലെ മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ഈ നാട്ടിലെ, കാരണം ഒരു ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ഒരാൾ പറയാണ്, ഞാൻ ഈ ഒപ്പിടുന്നതിന് യാതൊരു അർത്ഥമില്ല, ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി ദുരുദ്ദേശപൂർവമായിട്ടാണ് ഞാൻ ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന ആളുടെ വിശ്വാസ്യത എത്രയുണ്ട്? ഞാൻ ഒപ്പുവെച്ചത് ആ ഒപ്പുവെച്ച കാര്യങ്ങളുമായിട്ട് നീതി പുലർത്താനല്ല, പകരം കേന്ദ്ര സർക്കാരിനെയും ഈ രാജ്യത്തെ ജനങ്ങളെയും ഭരണഘടനയെയും അടക്കം കബളിപ്പിക്കാനാണ് എന്ന് പരസ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒപ്പുവെക്കുന്നതിന് എന്ത് അർത്ഥമുണ്ട്? മാത്രമല്ല, ഈ NEP പറയുന്നത് എന്താ? NEP PM ശ്രീയിൽ എന്താ പറയുന്നത്? 14,500 സ്കൂളുകൾ രാജ്യവ്യാപകമായിട്ട് തെരഞ്ഞെടുക്കും. കുട്ടികൾക്ക് സന്തോഷകരവും ഗുണമേന്മയും ഉള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. ഇതിനാണോ കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു വിദ്യാഭ്യാസം നൽകുന്നതിന്? മനപ്പാഠ പഠനത്തിന് പകരം കഴിവിന്റെ വികസനത്തിന് പ്രാധാന്യം നൽകുന്നു കേരള സർക്കാർ. അക്കാര്യത്തിൽ എതിരാണോ?
വിമർശനാത്മക ചിന്തയും ശാസ്ത്രീയ മനോഭാവവും വളർത്തുന്നു. കേരള സർക്കാർ എതിരാണോ ഇക്കാര്യത്തിൽ? ഇന്ത്യൻ മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമിടുന്നു. കേരള സർക്കാർ എതിരാണോ ഇക്കാര്യത്തിൽ? സ്കൂളുകളിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ശക്തിപ്പെടുത്താനും 21ാം നൂറ്റാണ്ടിലെ കഴിവുകൾ വികസിപ്പിക്കാനും നയം ഊന്നൽ നൽകുന്നു. ഇതിലെതിരാണോ? ഇതിലേത് കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് എന്ന് മുഖ്യമന്ത്രി പറയണം. ഈ 5-6 കാര്യങ്ങളാണ് ഈ PMC പദ്ധതിയും NEP-യുടെയും ലക്ഷ്യം. ഇതിലേത് കാര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് എതിർപ്പ്? അപ്പൊ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും പിന്നീട് അതിൽ നിന്നൊക്കെ കരണം മറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നതും ഇത് കുറെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഈ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. പ്രതിപക്ഷത്തിരുന്നപ്പോ ഇവിടെ പറഞ്ഞല്ലോ 56,000 കോടിയുടെ കടമുള്ള അല്ലെങ്കിൽ കിഫ്ബി, ആ കിഫ്ബി പ്രതിപക്ഷ നേതാവായിരുന്ന 5 കൊല്ലക്കാലം പറഞ്ഞത് ഇത് വലിയ വെട്ടിപ്പാണെന്നാണ്, ഇത് വലിയ സ്കാമാണെന്നാണ്. ഇപ്പൊ അത് വലിയ റിഫോമായി, അതിന് വലിയ പരിഷ്കാരം വരുത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ വരെ വലിയ തട്ടിപ്പായിരുന്ന കാര്യം ഇന്ന് പരിഷ്കാരമാകുന്നതെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താ? ഒന്നുകിൽ ഇന്നലെ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ ഇന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. പകരം ഈ കിഫ്ബിയെ കുറിച്ച് ഈ സർക്കാരിന്റെ വിലയിരുത്തൽ എന്താണ്? എന്താണ് കാഴ്ചപ്പാട്? കിഫ്ബിയെ പറ്റിയിട്ടുള്ള മുഴുവൻ പദ്ധതികളെ പറ്റിയും ആ കിഫ്ബിക്ക് വേണ്ടി അനുവദിച്ച തുക, നടപ്പായതിന്റെ വിശദാംശങ്ങൾ, ആ വിശദാംശങ്ങൾ വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ, ആ വിവരങ്ങൾ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. കഴിഞ്ഞ തവണ പറഞ്ഞതൊക്കെ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബജറ്റ് പുതുയുഗ കേരളം ബജറ്റ് തയ്യാറാക്കിയ കടലാസിൽ അവശേഷിക്കും. കേരളത്തിൽ പുതുയുഗ കേരളം ഉണ്ടാകാൻ ഈ ബജറ്റ് കാരണം സാധ്യമല്ല. ഞങ്ങളുടെ പരാതി കേന്ദ്രത്തിനെ വിമർശിക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ലായിരുന്നു. കേന്ദ്രത്തിനെതിരായിട്ട് വിമർശിക്കുമ്പോൾ ആ വിമർശനം അസംബന്ധമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വിമർശനത്തിൽ ഒരു അടിസ്ഥാനമില്ലെന്നാണ്. ഈ തവണയും കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിന്റെ ഫണ്ട് കുറഞ്ഞത് കാരണം 20,500 കോടി രൂപ ഞങ്ങളുടെ റിസോഴ്സസിൽ കുറവ് വരികയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് വിമർശനമല്ലേ? അതിലെ വസ്തുത എന്താ? 20,500 കോടി അവിടെ കിട്ടുമ്പോ 25,000 കോടി രൂപ പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുക്കാതെ കുടിശ്ശികയായിട്ട് വെക്കുന്നു. മാത്രമല്ല കേന്ദ്ര പദ്ധതികൾ, ആ പദ്ധതികൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ 25,000 തൊട്ട് 30,000 കോടി രൂപ വരെ നഷ്ടപ്പെടുത്തുകയാണ് ഈ ബജറ്റ്. വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നിരവധി കേന്ദ്ര പദ്ധതികൾ, ആ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനം നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ആ വഴിയിൽ 25,000 തൊട്ട് 30,000 വരെ കോടി രൂപ സംസ്ഥാന സർക്കാരിന് കിട്ടുമായിരുന്നു. സമുദ്രമേഖലയുടെ വികസനം, റോഡുകളുടെ വികസനം, PM ആയുഷ്മാൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ഇതെല്ലാം ഇതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഈ ബജറ്റ് വാഗ്ദാനങ്ങളുടെ ലംഘനം തുടങ്ങിയിരിക്കുകയാണ്. 5 ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഗ്യാരണ്ടിയിൽ 3 ഇപ്പൊ തന്നെ ലംഘിച്ചു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് 25 ലക്ഷം കൊടുക്കുന്നതാണ് പറഞ്ഞിരുന്നത്. കേരളത്തിലെ 90 ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ആകെ വകയിരുത്തിയിരിക്കുന്നത് 10 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് 11 പൈസ. ഇതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബജറ്റ് വരുമ്പോൾ തന്നെ 3 ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 2 കൊല്ലം കഴിയുമ്പോൾ ബാക്കിയുള്ള 2 സ്ഥിതി എന്താവും അറിയാം. DA അരിയറിൽ കൊടുക്കാൻ ഒരു തീരുമാനമില്ല. ക്ഷേമ പെൻഷൻ 3,000 രൂപ കൂട്ടുമെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരു പ്രഖ്യാപനമില്ല. പക്ഷേ 100 കോടി തിയേറ്റർ പണിയാനുണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം പണിയാനുണ്ട്. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങള് ക്രിട്ടിക്കൽ മിനറൽസിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സ്വകാര്യ നിക്ഷേപവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ
ക്രിട്ടിക്കൽ മിനറൽസ് മൈനിങ്ങിലുണ്ട്. പക്ഷെ ക്രിട്ടിക്കൽ മിനറൽസിൽ പാർലമെന്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, രാജീവ്ജി ഞാനും ഞങ്ങൾ രണ്ടുപേരും രാജ്യസഭയിൽ ഇരുന്ന കാലത്താണ് ഈ ബില്ല് പാസ്സായത്. അന്ന് ഇത് സംബന്ധിച്ച് വിമർശനം ഉയർത്തിയിരുന്ന ആളുകളാണ് ഇപ്പോ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ക്രിട്ടിക്കൽ മിനറൽസ് ഞങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണത്. ആ മേഖലയിൽ അത് സർക്കാരിന്റെ ഉടമസ്ഥത, ആ ഉടമസ്ഥതയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ തലത്തിൽ കേരളം ഇപ്പോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പല കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് ഇന്ന് ഒരു പ്രഖ്യാപനം നടത്താനും ഒരു പ്രസ്താവന നടത്താനും വേണ്ടിയിട്ടല്ലാതെ അത് നടപ്പിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പല പ്രഖ്യാപനങ്ങളും നടത്തിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഏതൊക്കെയാണ് വാസ്തവത്തിൽ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെയാണ് ബജറ്റിൽ പ്രസംഗത്തിന് വേണ്ടി മാത്രം, കയ്യടിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ.